ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഓൺ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. വീഡിയോ മുഴുവനായി കാണുക. 5ാം ക്ലാസ്സിൻ്റെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പീലി ഗേവ് ഡെലീഷ്യസ് ഫുഡ് ടു ഹർ ഫ്രണ്ട്സ്. പീലി അവളുടെ കൂട്ടുകാർക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുക്കുമായിരുന്നു. ബിക്കോസ് ഹർ ഫാദർ ഇസ് എ വില്ലേജ് ഫാമർ. എന്തുകൊണ്ടായിരുന്നു? അവളുടെ അച്ഛൻ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ ഒരു കർഷകനായിരുന്നു. ഷാൾ വി ഇൻ്റർവ്യൂ പീലിയസ് ഫാദർ? നമുക്ക് പീലിയുടെ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്. അതിനായിട്ട് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കുവാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വാട്ട് ക്രോപ്സ് ആർ ദർ ഇൻ ദിസ് വില്ലേജ്? ഈ ഗ്രാമത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വിളകളുണ്ട്? ഹൗ ഡു യു ഗെറ്റ് സച്ച് ഡെലീഷ്യസ് ഫുഡ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത്? ഇസ് ഫാമിംഗ് ഡൺ അലോൺ? ഒറ്റയ്ക്കാണോ ഈ കൃഷിയൊക്കെ നടത്തുന്നത്? ഹു ഈസ് ദർ ടു ഹെൽപ്പ്? ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്? ഈസ് വെജിറ്റേറ്റീവ് ഫാമിംഗ് പ്രോഫിറ്റബിൾ? അതായത് ഇങ്ങനെ പച്ചക്കറികളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് പ്രോഫിറ്റ് ആയിട്ടുള്ള ലാഭകരമായിട്ടുള്ള കാര്യമാണോ? ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ, ഒന്നിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലിയസ് വില്ലേജ് ഷെയർ ദിയർ ഒപ്പീനിയൻ. ഡോണ്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലിയസ് വില്ലേജ്? റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദി വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. അതായത് പീലിയുടെ ഗ്രാമം സന്ദർശിച്ച കൂട്ടുകാർക്ക് അവളുടെ ഗ്രാമത്തിനെക്കുറിച്ച് കുറച്ച് പറയാനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അല്ലേ? ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത് എത്രത്തോളം നിങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫ്രഷ് പ്രൊഡ്യൂസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫ്രം ദി വീക്ക്ലി മാർക്കറ്റ്. ആഴ്ചയ്ക്ക് നടത്തുന്ന വീക്ക്ലി മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങാവുന്നതാണ്. എ നമ്പർ ഓഫ് പോണ്ട്സ് ഹാവ് ബീൻ ഡഗ് ടു പ്രൊവൈഡ് വാട്ടർ ടു ദി വില്ലേജസ്. ഗ്രാമവാസികൾക്കൊക്കെ വെള്ളം നൽകുന്നതിനായിട്ട് ഒരുപാട് പോണ്ടുകൾ, തോടുകളൊക്കെ ഉണ്ട്. വില്ലേജ് ചിൽഡ്രൻ ജം ഇൻ ടു ഇറ്റ്. ഈ വില്ലേജിലുള്ള, ഗ്രാമത്തിലുള്ള കുട്ടികളൊക്കെ അതിലേക്ക് ചാടും. ടു ദ ബാത്ത് ആൻഡ് ലേൺ ടു സ്വിം. കുളിക്കുവാനും അതുപോലെ തന്നെ സ്വിമ്മിങ് പഠിക്കുവാനും, നീന്താൻ പഠിക്കുവാനും. ബുൾ പ്ലോയിങ് കോമ്പറ്റീഷൻ ഇസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഫീൽഡ്. ഈ കാളപ്പൂട്ട് മത്സരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാളപ്പൂട്ട് മത്സരം അവിടെ വരമ്പുകളിൽ, വയലുകളിൽ നടത്തപ്പെടാറുണ്ട്. ഓൾ ദി വില്ലേജസ് കം ടു സീ ഇറ്റ്. എല്ലാ ഗ്രാമവാസികളും അത് കാണാനായിട്ട് വരാറുമുണ്ട്. ലോക്കൽ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് വിത്ത് ഗ്രേറ്റ് പോംപ്. ഇങ്ങനെ നമ്മുടെ വില്ലേജിൽ, ഗ്രാമങ്ങളിൽ നടക്കുന്ന ഓരോ പരിപാടികൾ ഉണ്ടാവുമല്ലോ, ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ, അതൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നടത്തപ്പെടുന്നത്, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഗ്രേറ്റ് പോംപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ ആവേശത്തോടെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് പോകുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മളോട് ചോദിക്കാം. റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അർബൻ ഏരിയ, അതായത് നഗരപ്രദേശങ്ങളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ അടങ്ങുന്ന സവിശേഷതകൾ എഴുതുവാനാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് റൂറൽ ഏരിയയുടെ നോക്കാം. ഗ്രാമപ്രദേശങ്ങൾ, അവിടെ സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഒരുപാട് പേര് തിങ്ങി പാർക്കുന്ന സ്ഥലമൊന്നും ഇല്ലായിരിക്കും. കുറച്ച് സെറ്റിൽമെൻറ്റ്സ്, അതായത് താമസക്കാരും. പിന്നെ സിമ്പിൾ ലൈഫ് സ്റ്റൈലായിരിക്കും, അല്ലെ, ലളിതമായ ജീവിതശൈലിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, വളരെ സമാധാനപരമായ ചുറ്റുപാട്, അതുപോലെ ലെസ് എക്സ്പെൻസീവും ആണ്. ഇനി അർബൻ ഏരിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, നഗരങ്ങളിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ഇറ്റ് ഇസ് തിക്ലി പോപ്പുലേറ്റഡ്, അല്ലേ, വളരെയധികം ജനസംഖ്യയുള്ള ഒരു ഭാഗമാണ് സിറ്റി ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പോലെയാണ്. ബിസി ആൻഡ് മോഡേൺ ലൈഫ്, എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് ബിസി ആയിരിക്കും. ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈലും ആയിരിക്കും. മോർ എക്സ്പെൻസീവ്, കുറച്ചും കൂടി നമുക്ക് എക്സ്പെൻസ് കൂടും, ചിലവുകൾ കൂടും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനും പോവാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബി, വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് എ വില്ലേജ് ഓവർ എ സിറ്റി? നഗരത്തേക്കാൾ ഗ്രാമത്തിനുള്ള ഒരു സവിശേഷത, ഒരു മെറിറ്റ് എന്താണ്? ദ വില്ലേജസ് ലിവ് വെരി ക്ലോസ്ലി ടുഗെദർ.
ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത് അല്ലേ. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവരെല്ലാവരും അതിനെക്കുറിച്ച് കൺസേൺ ആയിരിക്കും. അതിനെക്കുറിച്ച് അവർക്ക് എന്തുണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റി ലൈഫ് എടുത്ത് നോക്കൂ. ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റുകളിലോ അങ്ങനെയൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരാൾക്ക് സംഭവിച്ചാൽ അടുത്ത റൂമുള്ള ആൾ പോലും അറിയാത്തൊരവസ്ഥയാണ് അല്ലേ. സോ ദ വില്ലേജസ് ലിവ് വെരി ക്ലോസ് ടുഗെദർ. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻ. അവർ അയൽവാസി ബന്ധത്തിന് കുറച്ചും കൂടി പ്രാധാന്യം നൽകിയിരുന്നു. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട് യു ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനൊക്കെ ഇഷ്ടമല്ലേ? വാട്ട് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഡു യു മേക്ക് ബിഫോർ ദ ട്രിപ്പ്? നിങ്ങൾ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളത്? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ മെൻ്റലി എന്ത് ചെയ്യും? പ്രിപ്പയർ ആവും അല്ലേ. മാനസികമായിട്ട് പ്രിപ്പയർ ആവും. എന്തിനെല്ലാം ബേസ് ചെയ്തിട്ടാണ്? ഡെസ്റ്റിനേഷൻ, നമ്മൾ പോകുന്ന സ്ഥലത്തിന് അപേക്ഷിച്ചു. അതുപോലെ നമ്മൾ എന്തിനാണ് പോകുന്നത്, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മൾ ചെയ്യുന്ന ട്രാൻസ്പോർട്ടിനനുസരിച്ച് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവും. മെയിൻലി നമുക്ക് മെൻ്റലി ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മളൊരു ട്രാവലിന് പോകുന്ന സമയത്ത് അല്ലേ. ഇപ്പം നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ പോകുന്ന പർപ്പസ്, എന്തിനാണോ നമ്മൾ പോകുന്നത്. ബി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? നിങ്ങൾ എന്തിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുക എന്നുള്ളത്. വിൽ ദർ ബി ഇനി ആക്സിഡൻറ്റ്? എന്തെങ്കിലും ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കുമോ? ക്യാൻ ഐ ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ദർ? എനിക്ക് അവിടെ വ്യത്യസ്തമായ ഫുഡുകൾ കിട്ടുമോ? ക്യാൻ ഐ ഗെറ്റ് ഫ്രണ്ട്സ് ദർ? എനിക്ക് അവിടെ സുഹൃത്തുക്കളെ കിട്ടുമോ? ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാകും, അതൊക്കെ നിങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കുക. ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യു ഹാവ് ട്രാവൽ ത്രൂ പീലിയസ് വില്ലേജ്. നിങ്ങൾ പീലിയുടെ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചു. വാട്ട് ആർ ദി ന്യൂ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെയിൻ ഡ്യൂറിങ് ദിസ് ജേർണി? ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ലഭിച്ച പുതിയ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്, അറിവുകൾ എന്തൊക്കെയാണ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളെ കൂട്ടുകാരുമായിട്ട് അത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. പീപ്പിൾ ഇൻ പീലിയസ് വില്ലേജ് ലിവ് എ ലൈഫ് ഓഫ് കാംനെസ് ആൻഡ് പീസ്. വളരെ ശാന്തമായിട്ടുള്ള സമാധാനപരമായ ജീവിതമാണ് പീലിയുടെ ഗ്രാമത്തിലുള്ളവർ നയിക്കുന്നത്. ഓൾ ഓഫ് ദം ആർ ലിവിങ് ടുഗെദർ. എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിലാണ് ജീവിക്കുന്നത്. ദിയർ ഫുഡ് ഇസ് ദ റിസൾട്ട് ഓഫ് ദിയർ ഹാർഡ് വർക്ക്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് അവരുടെ അന്നത്തെ അധ്വാനമാണ്. ഇറ്റ് ഈസ് ദിയർ ലൈഫ് സ്റ്റൈൽ. അതാണ് അവരുടെ ജീവിതശൈലി. ദേ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ കൾട്ടിവേഷൻ. കൃഷി നടത്തുന്നതാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്. പീലിയസ് വില്ലേജ് ഹാസ് എ സെറീൻ ഓർ പീസ്ഫുൾ ലൈഫ് ദാൻ ദ റഷ്നെസ് ഇൻ ദ സിറ്റീസ്. സിറ്റീസിലുള്ള സിറ്റീസ് നമുക്കറിയാമല്ലോ, ഒരു തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷമായിരിക്കും. അതിലെല്ലാം അപേക്ഷിച്ച് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ചുറ്റുപാടാണുള്ളത്. ദർ ആർ റെഡി ടു എക്സെപ്റ്റ് എവ്രി വൺ. ദേ ആർ റെഡി ടു എക്സെപ്റ്റ് എവ്രി വൺ. അവരെല്ലാവരെയും എക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എല്ലാവരെയും പരിഗണിക്കാൻ തയ്യാറാണ്. ഓൾ ദ പീപ്പിൾ ഓൾ ടുഗെദർ എൻജോയ് ദ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഇൻ ദാറ്റ് വില്ലേജ്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരും, ആരെ മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരും ഒരുമിച്ചാണ് അവിടെയുള്ള ഫെസ്റ്റിവൽസൊക്കെ എൻജോയ് ചെയ്യുന്നതും നടത്തുന്നതും. കാംലി ഫ്ലോയിങ് റിവേഴ്സ്. വളരെ ശാന്തമായി ഒഴുകുന്ന നദികൾ. ദ പോണ്ട്സ്. തോടുകൾ. ദാറ്റ് ആർ യൂസ്ഫുൾ ടു ബാത്ത് ബോത്ത് ബൈ ദ ചിൽഡ്രൻസ് ആൻഡ് അഡൾട്ട്സ് ആൻഡ് ദ ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ. ഓൾ ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് ദി വില്ലേജ്. അവിടെയുള്ള പോണ്ടുകൾ, അരുവികളും നദികൾ, ഇതെല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാം അല്ലേ. കുട്ടികൾ അവിടെ സ്വിമ്മിങ് പഠിക്കാനും കുളിക്കാനും, കുട്ടികൾ മാത്രമല്ല കേട്ടോ, അഡൾട്ട്സ് മുതിർന്നവരും അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയലുകളിൽ നടത്തപ്പെടുന്ന ബുൾ സർഫിംഗ്, കാളപ്പൂട്ട് മത്സരങ്ങൾ, ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ സവിശേഷതകൾ. ഇനി നമ്മൾ 6ാമത്തെ ചോദ്യം നോക്കുകയാണ്. യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. ഹാവ് ഇൻ യു? വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി? ഫൈൻഡ് ഔട്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം നൽകുന്ന മൊമെൻറ്റ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാവും, ചിലപ്പോൾ ഫാമിലീൻ്റെ കൂടെയാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രിപ്പിന് പോയപ്പോൾ ലഭിച്ചതായിരിക്കാം. വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി? നിങ്ങൾ എന്തൊക്കെയാണ് സന്തോഷമാക്കുന്നത്? എന്തൊക്കെയായിരിക്കും? പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഇതിലുണ്ടാവും അല്ലേ. എന്നാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷം എന്താണ് അത് എഴുതാനായിട്ട് ശ്രമിക്കുക. വൈൽ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ഫീൽഡ്സ്. വയലുകളിലും ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന സമയത്താണ് എനിക്ക് സന്തോഷം ഉണ്ടാവാറുള്ളത്. വെൻ ഗോയിങ് ടു ദ പാർക്ക് വിത്ത് മൈ പാരൻസ്. എൻ്റെ പാരൻസിൻ്റെ കൂടെ പാർക്കിലേക്ക് പോകുന്ന സമയത്ത്. വെൻ ഗോയിങ് ടു ദ ഹൗസസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. കുടുംബക്കാരുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുന്ന സമയത്ത്. വെൻ എൻഗേജിങ് ഇൻ അഗ്രികൾച്ചർ അറ്റ് സ്കൂൾ ആൻഡ് ഹോം.
സ്കൂളിലും വീട്ടിലും കൃഷിയിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത്, വെൻ ഗോയിങ് ഓൺ ടൂർ വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷം പോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ സന്തോഷമാക്കുന്നത് അത് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലിയസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്? നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഒരു മുൻവിധി ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും പീലിയുടെ ഗ്രാമം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണോ അത് എഴുതുക. അത് എത്രത്തോളം റിയാലിറ്റി ആയിട്ട് നമുക്ക് ഒത്തു നിൽക്കുന്നുണ്ട് എന്നും കൂടി നോക്കാം. പീലിയസ് തിങ്ക് ദാറ്റ് വില്ലേജ് ടു ബി ഫിൽഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് ദ റിച്ച്നെസ് ഓഫ് ദി റിവർ. പീലിയുടെ ആ ഗ്രാമത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പോലെ, ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ബ്യൂട്ടി ഓഫ് ഗ്രീൻ ഫീൽഡ്സ്, വയലുകളുടെ ബ്യൂട്ടി, അതിൻ്റെ സൗന്ദര്യം, ആൻഡ് ദ റിച്ച്നെസ് ഓഫ് ദി റിവർ, നദികൾ. Hopefully the morning and evening scenes of the village blessed by nature will give us an unforgettable experience. രാവിലത്തെ സൺറൈസ്, അതുപോലെ തന്നെ സൺസെറ്റ്, ഇതെല്ലാം രാവിലെയും വൈകുന്നേരമുള്ളൊക്കെ ഒരുപാട് സീൻസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ദൃശ്യങ്ങൾ. ഇതൊക്കെ നമുക്ക് നേച്ചറിൽ നിന്നുള്ള, നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള, ഇതൊക്കെ നമുക്ക് മറക്കാനാവാത്ത മൊമെൻറ്റ്സ് ആണ് തരുന്നത്. The fields seen on both sides of the road and the small streams flowing through it are finding thought about Pelias village. പിന്നെ നമ്മൾ റോട്ടിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇരുവശത്തായിട്ടുള്ള പാടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ദി വില്ലേജ് ആർ സപ്പോസ് ടു ബി വെരി ഇന്നസെൻറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗ്രാമത്തിലെ ആളുകളെല്ലാം വളരെ ഇന്നസെൻ്റ് ആയിരിക്കും എന്നുള്ളത്. ലവിങ്, നല്ല സ്നേഹമുള്ളവരാണ്. ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് പീലിയസ് നെയ്ബേഴ്സ് കം ടു പ്ലേ വിത്ത് അസ്. അതുപോലെ തന്നെ പീലിയുടെ അയൽക്കാരുണ്ടല്ലോ, അവിടെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ കൂടെ കളിക്കാൻ വരും. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും പീലിയുടെ വില്ലേജിനെ കുറിച്ച്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ പീലിയസ് വില്ലേജ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു പാഠത്തിലൊക്കെ ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതുകൂടാതെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പോയി നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.